നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ജാഗോയിൽ വന്നെത്തിയിരിക്കുന്നത് സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് അഗതികളുടെ സഹോദരിമാർ എറണാകുളം പ്രൊവിൻസിൽ അതുപോലെ വേറൊരു പ്രൊവിൻസിലും കൂടി 2 പ്രൊവിൻസിലും കൂടി സിസ്റ്റേഴ്സാണ് വന്നിരിക്കുന്നത്. ജാഗോയിൽ വളരെ എൻത്യൂസിയാസ്റ്റിക് ആണ് അവരുടെ പ്രവർത്തനങ്ങൾ, വളരെ തീക്ഷ്ണമതികളായ സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സ് എങ്ങനെയുണ്ട് ജാഗോൾ എക്സ്പീരിയൻസ്? ഓക്കെ, എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ പല പ്രൊവിൻസിൽ നിന്നും ജാഗോയിൽ പ്രത്യേകിച്ച് 2 ദിവസങ്ങളായിട്ട് എത്തിച്ചേരാൻ കാരണം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. പ്രത്യേകിച്ച് സഭയുടെ വളർന്നു വരുന്ന തലമുറകളായ യുവജനങ്ങളോടുകൂടി ആയിരിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അവസരമാണ്. ഒപ്പം സഭയിലെ യുവജനങ്ങളുടെ, പ്രത്യേകിച്ച് സന്യാസ സമൂഹങ്ങളിലെ യുവജനങ്ങളുടെ ദൈവവിളികൾ നഷ്ടപ്പെട്ടു പോകേണ്ടുന്ന ഈ അവസരങ്ങളിൽ ഞങ്ങളുടെ ജീവിത സാക്ഷ്യത്തിലൂടെ, പ്രസൻസിലൂടെ ഈ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുക എന്നതും കൂടി ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ലക്ഷ്യമാണ്. ഓക്കെ, ഇവിടെ സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് അഗതികളുടെ സഹോദരിമാർ, ഈ അഗതികളുടെ സഹോദരിമാർ എന്ന കോൺഗ്രിഗേഷനെ കുറിച്ച് ഏതെങ്കിലും ഒരു സിസ്റ്റർ 1-2 വാക്ക് പറയാമോ? ആരെങ്കിലും പറയാമോ? ഞങ്ങൾ പേര് അർത്ഥമാക്കുന്നത് പോലെ അഗതികളുടെ സഹോദരിമാർ, അതായത് സമൂഹത്തിൽ ആരും നോക്കാനില്ലാത്തവർ, പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ നിന്നൊക്കെ വേണ്ട എന്ന് വെക്കുന്നവർ, സമൂഹം പിന്തള്ളുന്നവർ, മാർജിനലൈസായ സഹോദരങ്ങളെ നോക്കുന്നത്. അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഓൾഡ് ഏജ് ഹോം, അതുപോലെ തന്നെ ടെർമിനൽ കെയർ സെൻറ്റർ, പിന്നെ ചേരികളുടെ ശുശ്രൂഷ, പിന്നെ ഓട്ടിസം, അങ്ങനെയുള്ള രീതികളിലൊക്കെയുള്ള വിഷമിക്കുന്ന ആരും വേണ്ടാത്തതുമായ മക്കളെ ശുശ്രൂഷിക്കുന്ന ഒരു സന്യാസ സമൂഹമാണ് ഞങ്ങളുടെ സന്യാസ സമൂഹം. സെന്റിനറിയിലേക്ക് കിടക്കുകയാണ്. മീൻസ് 100 വർഷമായി. 1927 ഞങ്ങളുടെ സന്യാസ സമൂഹം സ്ഥാപിതമാകുന്നത്. ധന്യൻ ഫാദർ വർഗീസ് പയ്യപ്പിള്ളിയിലൂടെയാണ് സ്ഥാപിതമായത്. ഇന്ന് 100 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. കാരണം പോപ്പ് ലിയോ തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്കാണ്. അപ്പോൾ ഏറ്റവും അർത്ഥവത്തായ ഒരു ശുശ്രൂഷ ഈശോയുടെ നാമത്തിൽ ചെയ്യാൻ പറ്റുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഇന്ന് ജാഗോയിലേക്ക് വരുമ്പോഴും ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്, പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുക. അതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങളുടെ സന്യാസ സമൂഹം കരിസമായിട്ട് ഉള്ളത്.